ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്കൊരു അടിപൊളി ഫിഷ് ഓംലേറ്റ് ഉണ്ടാക്കിയാലോ. ഇത് വളരെ ടേസ്റ്റിയാണ്. മീൻ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ വരെ ഇത് കഴിച്ചിരിക്കും, അത്ര ടേസ്റ്റിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഞാനിന്ന് കൊഴിയാള മീനാണ് വാങ്ങിയത്. അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശകലം കുരുമുളക് പൊടിയും കൂടെ പുരട്ടി മീൻ കഴുകി വൃത്തിയാക്കി ഇതെല്ലാം കൂടെ പുരട്ടി വെച്ചിരിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട, ശകല എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ മുങ്ങി പൊരിക്കേണ്ട ആവശ്യമില്ല, എണ്ണയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് പൊരിക്കേണ്ട. ശകലം എണ്ണ ഒഴിച്ച് ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഈ മീനിൻ്റെ മുള്ളൊന്നുമില്ലാതെ നമ്മൾ കംപ്ലീറ്റായിട്ട് ഫ്ലഷ് മാത്രമേ എടുക്കാവൂ. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു സവാളയും ഒരു തൊണ്ടൻ മുളകും കൂടെ നമുക്ക് വഴറ്റണം. ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റി വരട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മുട്ട നമുക്ക് എടുക്കാം. ഒരു മുട്ട എടുക്കാം കേട്ടോ. നമുക്ക് എത്ര മുട്ട വേണോ അത്രയും എടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 2 മുട്ട ഉണ്ടെങ്കിലും ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മുട്ട ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, ശകലം ഒരു നുള്ളി ഇട്ടാൽ മതി. ഉപ്പ് കുറച്ചേ ഇടാവൂ, കാരണം മീൻ പൊരിച്ചതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ശകലം ഉപ്പിട്ടാൽ മതി. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നല്ലോ ഉള്ളിയും മുളകും, അതുകൂടെ നമുക്ക് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് മീൻ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് മീനിൻ്റെ മുള്ളെല്ലാം മാറ്റി എല്ലെല്ലാം മാറ്റി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ഈ മുട്ട അടിച്ചതിലോട്ട് നമുക്ക് ചേർക്കണം. ചേർത്ത് ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇതിനെ നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് ഇതിനെ യോജിപ്പിക്കുക. കണ്ടോ, ഞാനിവിടെ ഒരു 3 കഷ്ണം മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു ഓംലേറ്റിന് ഒരു 3 കഷ്ണം മീനേ എടുത്തിട്ടുള്ളൂ. ഇനി ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കുക. നല്ലെണ്ണ 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് മുട്ടയും മീനും നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർക്കണം. ഇത് സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഒരു വശം വെന്തതിന് ശേഷം തിരിച്ചിടണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലേറ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ലെസ് ഇൻഗ്രീഡിയൻ്റാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.